നമസ്കാരം. ബി.ജെ.പി വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യരും ബി.ജെ.പി നേതാവായ ശങ്കു ടി ദാസും തമ്മിലെ പോര് പുതിയ തലത്തിലേക്ക്. തനിക്കെതിരായ അപകീർത്തികരമായ പരാമർശങ്ങളുടെ പേരിൽ ശങ്കു ടി ദാസ് സന്ദീപിനെതിരെ മാനനഷ്ട കേസുമായി മുന്നോട്ട് പോവുകയാണ്. അതിനു പുറമെ ഈ ആഴ്ച ക്രിമിനൽ മാനനഷ്ട കേസ് കൂടി സന്ദീപിനെതിരെ ഫയൽ ചെയ്യുമെന്ന് ശങ്കു ടി ദാസ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചു. ഇക്കഴിഞ്ഞ ജൂണിൽ ശങ്കു ടി ദാസ് വാഹനാപകടത്തിൽപ്പെട്ടത് മദ്യപിച്ച് ലക്ക് കെട്ടെന്ന് പരാമർശിച്ച് സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. ചാനൽ ചർച്ചയിലെ പോരിന്റെ തുടർച്ചയായിരുന്നു പോസ്റ്റ്. സന്ദീപ് വാര്യരുടെ വാവിട്ട വാക്കിൽ തെല്ലും വിട്ടുകൊടുക്കാതെ സംഘപരിവാർ കടന്നാക്രമിച്ചു. ചാനൽ ചർച്ചയിൽ തോറ്റതിന് സന്ദീപ് വാര്യർ കലിപ്പിച്ചു തീർക്കുന്നുവെന്നായിരുന്നു ശങ്കു ടി ദാസിന്റെ മറുപടി. 2022 ജൂണിൽ മലപ്പുറം തിരൂരിൽ ശംഖുവിനുണ്ടായ റോഡ് അപകടത്തെ പരാമർശിച്ചായിരുന്നു സന്ദീപിന്റെ പോസ്റ്റ്. അതീവ ഗുരുതരമായിരുന്നു ശംഖുവിനുണ്ടായ പരിക്കുകൾ. 1.5 മാസത്തെ ആശുപത്രി വാസത്തിന് ശേഷമാണ് തിരിച്ചു വന്നത്. അന്ന് ശംഖുവിനൊപ്പം സഹായവുമായി സന്ദീപ് വാര്യരുണ്ടായിരുന്നു. അന്നൊന്നും പറയാത്ത ആരോപണമാണ് സന്ദീപ് പിന്നീട് ഉയർത്തിയത്. താൻ മദ്യപാനിയാണെന്നും അതുമൂലമാണ് അപകടമുണ്ടായതെന്നുമുള്ള സന്ദീപിന്റെ ആരോപണത്തെ തെളിവ് സഹിതം ഖണ്ഡിച്ചുകൊണ്ട് ശങ്കു ടി ദാസ് ഫേസ്ബുക്കിൽ മറുപടിയിട്ടിരുന്നു. തന്റെ അപകടം സംബന്ധിച്ച കേസിൽ പോലീസോ എതിർകക്ഷികളോ ഇൻഷുറൻസ് കമ്പനിയോ ഇന്നുവരെ ഉന്നയിക്കാത്ത കാര്യം സന്ദീപിന് എവിടെ നിന്ന് കിട്ടിയെന്നാണ് ശങ്കു ചോദിച്ചത്. അതിനു പിന്നാലെ സന്ദീപ് വാര്യർക്ക് ശങ്കു ടി ദാസ് അഭിഭാഷകൻ മുഖേന വക്കീൽ നോട്ടീസ് അയച്ചു. എന്നാൽ സന്ദീപിന്റെ മറുപടി നോട്ടീസ് കിട്ടിയപ്പോൾ വളരെ നാണംകെട്ട പ്രതിരോധമാണ് തീർത്തതെന്ന് ശങ്കു തന്റെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ പരിഹസിച്ചു. ശങ്കു ടി ദാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ചില ഭാഗങ്ങൾ ഇങ്ങനെയാണ്: എനിക്ക് സംഭവിച്ച വാഹനാപകടത്തെപ്പറ്റി പോലും അപമാനകരമായ നുണകൾ നിർത്തിക്കൊണ്ട് എന്നെ വ്യക്തിഹത്യ ചെയ്യാനായി മാത്രം ഇക്കഴിഞ്ഞ ജൂൺ 5 ശ്രീ സന്ദീപ് വാര്യർ എനിക്കെതിരെ പോസ്റ്റ് ചെയ്ത അപകീർത്തികരവും അസത്യഭരിതവും അടിസ്ഥാനരഹിതവുമായ ഫേസ്ബുക്ക് കുറിപ്പിനെ പറ്റിയും അതിനെതിരെ ജീവിതത്തിലേക്കുള്ള എൻ്റെ മടങ്ങിവരവിന് വേണ്ടി പ്രാർത്ഥിച്ച മുഴുവൻ മനുഷ്യരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് സന്ദീപിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചുകൊണ്ടും വിഷയത്തിലെ എൻ്റെ ഭാഗം വ്യക്തമാക്കിയും ജൂൺ 6 ഞാൻ എഴുതിയ ദീർഘമായ വിശദീകരണത്തെപ്പറ്റിയും എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. അന്നേ ദിവസം തന്നെ അതിനെഴുതിയ മറുപടിയിൽ 1.5 പേജ് ഉപന്യാസ രചനയ്ക്കില്ല എന്ന് പരിഹസിക്കുകയും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നതായി വീമ്പിളക്കുകയും എനിക്ക് സ്വന്തമായി വേറെ കേസൊന്നുമില്ലെങ്കിൽ ഈ പേരിൽ കേസ് കൊടുത്ത് കോടതിയിൽ പോകുന്നതിൽ തനിക്ക് യാതൊരു വിരോധമില്ലെന്ന് വെല്ലുവിളിക്കുകയും ഒക്കെയാണ് സന്ദീപ് വാര്യർ ചെയ്തിരുന്നത്. അങ്ങനെ വെല്ലുവിളിക്കുന്നതിനിടയിൽ പോലും മദ്യപിച്ച് ലക്ക് കെട്ടാണ് എനിക്ക് വാഹനാപകടം സംഭവിച്ചത് എന്ന ആദ്യ പോസ്റ്റിലെ ഞാൻ തെളിവ് സഹിതം അസത്യമെന്ന് സ്ഥാപിച്ച ഒരു സ്പെസിഫിക് ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ നിന്ന് സന്ദീപ് സൂത്രത്തിൽ പിറകോട്ട് പോയിരുന്നുവെന്നും പകരം കള്ളു കുടിച്ചിരുന്നോ ഇല്ലയോ എന്നത് എൻ്റെ മാത്രം കാര്യമാണെന്നും എന്നാൽ മിക്കവാറും ദിവസവും വെള്ളമടിച്ച് കിണ്ടിയായിരുന്നുവെന്ന് അക്കാലത്തെ കൂടെയുള്ള എല്ലാവർക്കും അറിയാവുന്നതാണെന്നുമുള്ള മട്ടിൽ ജനറൽ കണ്ടക്റ്റുമായി ബന്ധപ്പെട്ട ഒരു പുതിയ ആരോപണം മുന്നോട്ട് വയ്ക്കുകയാണ് ചെയ്തതെന്നും ഞാൻ ശ്രദ്ധിക്കാത്തതല്ല. എന്നാൽ ഒരു ചർച്ചയിൽ തോറ്റതിൻ്റെ കേവലമായ വ്യക്തിവിരോധം കൊണ്ട് മാത്രം ഇത്ര ഹീനമായ സ്വഭാവഹത്യയ്ക്ക് തുനിഞ്ഞൊരാൾക്ക് അത് തിരുത്താനുള്ള ന്യായമായ അവസരം നൽകിയിട്ട് പോലും അതിന് വഴങ്ങാതിരിക്കുമ്പോൾ കൂടുതൽ മറുപടികൾക്ക് മുതിരേണ്ടതില്ല. നിയമത്തിൻ്റെ വഴി തന്നെ സ്വീകരിക്കാമെന്ന് ഞാൻ നിശ്ചയിക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാഴ്ചയ്ക്കകം 13/6/2025 തന്നെ ഞാൻ സന്ദീപ് വാര്യർക്ക് എൻ്റെ സീനിയറായ അഡ്വക്കേറ്റ് സി നന്ദകുമാർ മുഖാന്തരം പരസ്യമായ ക്ഷമാപണവും 25 ലക്ഷം രൂപ നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ടും അല്ലാത്തപക്ഷം സിവിലായും ക്രിമിനലുമായിട്ടുള്ള നിയമ നടപടികളുടെ മുന്നറിയിപ്പ് നൽകിയിട്ടും രജിസ്ട്രേഡ് ലോയർ നോട്ടീസ് അയച്ചിരുന്നു. നോട്ടീസ് കൈപ്പറ്റി 1 മാസം കഴിഞ്ഞിട്ടും മറുപടി കാണാത്തതിനാൽ ഡിഫമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്യാൻ തയ്യാറെടുക്കുമ്പോഴാണ് തിരൂർ ബാറിലെ കോൺഗ്രസ് നേതാക്കളായ ചില അഭിഭാഷകരിൽ നിന്ന് സന്ദീപ് വാര്യർ എറണാകുളത്ത് പോയി ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനെ കാണുകയും മറുപടി നോട്ടീസ് അയക്കാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്ന വിവരം സീനിയർക്ക് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ റിപ്ലൈ നോട്ടീസ് കയ്യിൽ കിട്ടിയ ശേഷം അതിലെ പ്രതിവാദങ്ങൾ മനസ്സിലാക്കിയും അവയ്ക്കുള്ള ഖണ്ഡനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയും സ്യൂട്ട് ഫയൽ ചെയ്യാമെന്ന് സീനിയർ അഭിപ്രായപ്പെട്ടതിനെ തുടർന്ന് അപ്രകാരം നിശ്ചയിച്ച് റിപ്ലൈക്കുള്ള കാത്തിരിപ്പ് ആരംഭിച്ചു. ഒടുവിൽ കാത്തിരുന്ന സന്ദീപ് വാര്യരുടെ റിപ്ലൈ നോട്ടീസ് ഓഗസ്റ്റ് 1 ഓഫീസ് അഡ്രസ്സിൽ എത്തിച്ചേർന്നു. സത്യം പറയാമല്ലോ, വല്ലാത്ത നിരാശയാണ് സന്ദീപ് വാര്യരുടെ ലീഗൽ റിപ്ലൈ വായിച്ചപ്പോൾ തോന്നിയത്. വലിയ കാര്യത്തിൽ അത്രമേൽ ഗുരുതരമായ ഒരു ആരോപണം സമൂഹ മാധ്യമത്തിലൂടെ എനിക്കെതിരെ ഉന്നയിക്കുകയും അതിന് മറുപടി നൽകിയ ശേഷം അതിൽ ഉറച്ചു നിൽക്കുന്നതായി ഭാവിക്കുകയും അതിൻ്റെ പേരിൽ വരാനിരിക്കുന്ന നിയമ നടപടി സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെ വെല്ലുവിളിക്കുകയും ചെയ്ത ഒരാൾ എന്തു വന്നാലും പോരാട്ടത്തിന് ഉറച്ചുകൊണ്ട് തന്നെയുള്ള ധീരമായ ഒരു അൺഅപ്പോളജറ്റിക് നിലപാട് സ്വീകരിക്കുമെന്നാണ് സ്വാഭാവികമായി ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ തന്റെ ഭാഗത്താണ് ന്യായമെന്ന് തെളിയിക്കാൻ എന്തൊക്കെ തെളിവുകൾ ആവും സന്ദീപ് വാര്യർ നിരത്തുക എന്നും എത്ര സാക്ഷികളെ അയാൾ ഹാജരാക്കുമെന്നും എന്തൊക്കെ സ്ഫോടനാത്മകമായ വാദങ്ങളാകും ഇയാൾ ഉന്നയിക്കുക എന്നുമൊക്കെ ഉദ്വേഗപൂർവ്വം ഉറ്റുനോക്കിയിരുന്ന ഞങ്ങളെ ആകമാനം നിരാശപ്പെടുത്തിക്കൊണ്ട് അത്രമേൽ ലജ്ജാകരമായ ഒരു ഡിഫൻസാണ് റിപ്ലൈ നോട്ടീസിൽ സന്ദീപ് വാര്യർ സ്വീകരിച്ചത്. വാശിയേറിയ ഒരു നിയമ പോരാട്ടത്തിന് സർവ്വസന്നാഹങ്ങളുമായി ഒരുങ്ങി നിന്ന ഞങ്ങളുടെ സകല ആവേശവും വെള്ളത്തിലാക്കിയ നാണംകെട്ട മറുപടി ഇപ്രകാരമായിരുന്നു. എനിക്ക് നാണം തോന്നി ഇത് വായിച്ചിട്ട്. കഴിഞ്ഞ ദിവസം തനിക്കൊപ്പം ചർച്ചയിലിരുന്ന ആളെന്നും ഭൗതിക വിഭാഗം മേധാവി എന്നും 2021 നിയമസഭാ സീറ്റ് കിട്ടിയ ആളെന്നും വാഹനാപകടത്തിൽപ്പെട്ട ആളെന്നും വളർന്നു വരുന്ന ചെറുപ്പക്കാരനെന്നുമൊക്കെ സൂചന നിർത്തി അധിക്ഷേപ പോസ്റ്റ് ഇടുകയും അതിന് മറുപടി കൊടുത്തതിന് വിളികേട്ട് ഉദ്ദേശിച്ചത് അയാളെ തന്നെയെന്ന് വ്യക്തമാക്കിക്കൊണ്ട് വീണ്ടും വിശദീകരണം എഴുതുകയും അത് വക്കീലെന്ന് വിളിച്ചുകൊണ്ട് തന്നെ നിയമ നടപടിക്ക് വെല്ലുവിളിക്കുകയും ചെയ്ത ആൾ വക്കീൽ നോട്ടീസ് വന്നപ്പോൾ നിന്ന നിൽപ്പിൽ മലക്ക് മറിഞ്ഞിട്ട് പറയുകയാണ് അത് താങ്കളെ പറ്റിയേ അല്ല എന്നുമാണ് കുറിപ്പിൽ പറയുന്നത്. കുറിപ്പ് അല്പം നീണ്ടതിനാൽ അതിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.